നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വെള്ളി നക്ഷത്രങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. പാട്ടെഴുത്ത് വഴിയിലെ ഒരു പുതിയ പ്രതീക്ഷ നിഷാദ്. തോപ്പിൽ ജോപ്പൻ എന്ന പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഇന്ന് വെള്ളി നക്ഷത്രങ്ങൾ നിഷാദിനോടൊപ്പം. നിഷാദ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തായാലും ഇപ്പോൾ തോപ്പിൽ ജോപ്പനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതും അതിലൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റഫീഖ് അഹമ്മദിൻ്റെ വരികളുണ്ട്, വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികളുണ്ട്, കൂട്ടത്തിൽ നിഷാദിൻ്റെ വരികളുമുണ്ട്. അപ്പോൾ ജോപ്പൻ്റെ കൂടെയുള്ള ഒരു യാത്ര എങ്ങനെയാണ് അതിൻ്റെ ഭാഗമാവുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയൂ. ഈ പറഞ്ഞ പോയിന്റിൽ നിന്ന് ഞങ്ങൾ തുടങ്ങാം. ഓ, തീർച്ചയായിട്ടും. ഇന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ രണ്ട് എഴുത്തുകാരുടെ കൂടെ എൻ്റെ പേരും കൂടി വരാൻ പറ്റിയെന്നുള്ളതൊരു വലിയ സന്തോഷമാണ്, വലിയ അംഗീകാരമാണ്. തീർച്ചയായിട്ടും വലിയ അംഗീകാരമാണ്. അതിങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ അല്ലെങ്കിൽ പോസ്റ്ററിലൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇവരുടെ കൂടെയാണല്ലോ എൻ്റെ പേരും കാണുന്നത്. രണ്ട് വലിയ പേരുകളാണ്, അങ്ങനെയും പറയണം, വമ്പൻ പേരുകളാണ്. ഒപ്പം അതിവമ്പനായ മറ്റൊരാളുടെ കൂടെയാണ് ആളാണ് എൻ്റെ മ്യൂസിക്, അറിയാം, വിദ്യാജിയാണ്. അപ്പോൾ പിന്നെ ജോണി ചേട്ടനും നിഷാദും ഒക്കെ ഉണ്ട്. നിഷാദ് എൻ്റെ ബാല്യകാല സുഹൃത്താണ്, റൈറ്റർ. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള നിഷാദ് തന്നെയാണ് ഓർഡിനറിയും മധുരനാരങ്ങയൊക്കെ ചെയ്തിട്ടുള്ളത്. നിഷാദിന്റെ ബാല്യകാല സുഹൃത്താണ്. നിഷാദ് എപ്പോഴും പറയും നീ എഴുതണം. അപ്പൊ ഞങ്ങളിങ്ങനെ പരസ്പരം കവിതകളൊക്കെ പാടിയിരിക്കാറുണ്ട്, കഥകൾ പറയാറുണ്ട്, എല്ലാം പരസ്പരം ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നീ എഴുതണം, നീ മറ്റെന്തൊക്കെ ചെയ്താലും ഇതും കൂടി ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പോൾ നിഷാദ് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. അങ്ങനെ നിഷാദിൻ്റെ എല്ലാ വർക്കിൻ്റെ കൂടെ ഞാനും സഞ്ചരിക്കാറുണ്ട്. ഓർഡിനറി മുതൽ ഇങ്ങോട്ട് എല്ലാ വർക്കിൻ്റെ കൂടെ ഞാനും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിഷാദിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുമായിട്ടും എനിക്കും കണക്ഷൻസ് ഉണ്ട്. അങ്ങനെ ജോണി ചേട്ടനുമായിട്ടും വളരെ വലിയ ഒരു ബന്ധമുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് വർക്കിൻ്റെ കൂടെയൊക്കെ ഞാൻ ഇരിക്കാറുണ്ട്. അപ്പോൾ ഒരു വിദ്യാജിയുടെ അടുത്ത് മ്യൂസിക്കിന് വേണ്ടി പോകുമ്പോൾ പറഞ്ഞു, പതുക്കെ പ്രിപ്പയർ ചെയ്ത് ഇരുന്നോ, മ്യൂസിക് പറഞ്ഞതനുസരിച്ച് തരാം. അങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം, അപ്പോൾ അതിന് മുമ്പ് പോണതിന് മുമ്പ് തന്നെ എന്താണ് ടൈറ്റിൽ സോങ്ങിന് വേണ്ടത്, ടൈറ്റിൽ സോങ് എന്തായാലും നീ ചെയ്യണം, മറ്റെന്തെങ്കിലും വരുമ്പോൾ ഞാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈറ്റിൽ സോങ്ങിന് വേണ്ട കുറച്ച് ഐഡിയാസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കുകയും ജസ്റ്റ് ലൈൻസായിട്ട് മ്യൂസിക്കിന് മുൻപേ എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നു, അവർ വിദ്യാജിയുടെ കൂടെ ഇരിക്കുമ്പോൾ വിദ്യാജിയെ അത് കാണിച്ചു. വിദ്യാജി പറഞ്ഞു ആളോട് പറയാൻ പറഞ്ഞു. ഞാനിവിടെയാണ്, അവർ ചെന്നൈയിലാണ്. ഞാൻ അന്ന് തന്നെ ചെന്നൈക്ക് വണ്ടി കയറി. ഞാൻ അങ്ങനെ ഒരു കോള് ആക്ച്വലി അങ്ങോട്ട് ചെല്ലാൻ പറയുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ചെന്നു. പിറ്റേ ദിവസം രാവിലെ വിദ്യാജിയുടെ അടുത്ത് ചെന്നിരുന്നു. ചെല്ലുമ്പോൾ ചെറിയ ടെൻഷനുണ്ട്. വിദ്യാജി പക്ഷേ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്ന ഒരാളാണ്. മുൻപിലിരുത്തി ആദ്യം നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ടാക്കി കഥകളൊക്കെ പറഞ്ഞു. തമിഴിലെ എഴുത്തുകാരുടെ കഥകളും പാട്ടെഴുത്തുകാരുടെ കഥകളൊക്കെ പറഞ്ഞു തന്നു. നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. നമ്മളെ ശരിക്കും ഉള്ളിലുള്ള വാസനകളെ എന്തൊക്കെയാണെന്ന് പുള്ളി ശരിക്കും ബിൽഡ് ചെയ്തെടുത്തിട്ടാണ് നമ്മളോട് എഴുതാൻ പറയാം. ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ അങ്ങനെ മ്യൂസിക് വന്നു. ആദ്യം ഒരു മ്യൂസിക് തന്നു, നാളെ വരുമ്പോൾ എഴുതിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെന്നൈയിൽ സ്റ്റേ ചെയ്യണം. പിറ്റേ ദിവസം നമുക്ക് വീണ്ടും ഇംപ്രവൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വീണ്ടും മ്യൂസിക് ചെയ്തു. ഒഴുകി വരെ ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ജോണി ചേട്ടൻ പറയും, ജോണി ചേട്ടൻ പറയും, നമുക്ക് ഇതിങ്ങനെ ഒരു സാധനം വേണം, നമ്മുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ക്യാരക്ടർ സ്വീറ്റാണ് എന്നാൽ സ്ട്രോങ് ആണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രദേശം അതുപോലെ ഭംഗിയുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, എന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനം കൊണ്ട് വിദ്യാജി വരിക. അറിയാലോ, ഹാർമോണിയത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പുതിയത് തന്നു. അപ്പോൾ ഇത് ഇങ്ങനെ മാറ്റുമ്പോൾ എനിക്ക് ടെൻഷനാണ്, ഞാൻ തന്നെ എഴുതണമല്ലോ. അങ്ങനെ എഴുതി. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു മ്യൂസിക് തന്ന് പറഞ്ഞു വിട്ടു, പൊക്കോ, പോയിട്ട് എഴുതി സൗകര്യം പോലെ സമയം പോലെ എടുത്തെഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ കണ്ടീഷൻ ഉണ്ട്, ഇതിന് ആപ്റ്റായിട്ടുള്ള ലിറിക്സ് അല്ലെങ്കിൽ ഞാൻ എടുക്കില്ല. എനിക്ക് മ്യൂസിക് മാത്രം വന്നിട്ട് എന്തെങ്കിലും വേർഡ്സ് വെച്ച് ഫില്ല് ചെയ്യണ പരിപാടി എനിക്കില്ല. ആപ്റ്റായിട്ടുള്ള മ്യൂസിക് ആണെങ്കിൽ ഞാനത് ഗംഭീരമാക്കി തരാം എന്ന്, ആപ്റ്റായിട്ടുള്ള ലിറിക്സ് ആണെങ്കിൽ ഞാനത് ഗംഭീരമാക്കി തരാം എന്ന് പറഞ്ഞ് വിട്ടു. അത് വന്നിരുന്ന് ഒരു 2 ദിവസം കൊണ്ട് എഴുതി തിരിച്ചയച്ചു കൊടുത്തു. അങ്ങനെയാണ് ആ പാട്ടായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു ഭംഗി ആ പാട്ടിനുണ്ട്. അതിൻ്റെ ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ നിരഞ്ജ് സുരേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ഒരാളാണ്. പുള്ളി അനുരാഗ കരിക്കമ്പള്ളം മുതലായ കുറേ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ്. പയ്യനാണ്. സ്വന്തമായിട്ടൊരു ബാൻഡൊക്കെ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഗിറ്റാറൊക്കെ തൂക്കി നടക്കുന്ന ഒരാളാണ്. ഭംഗിയുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഈ അടുത്ത് ഇതിൻ്റെ വിഷ്വൽ ഷൂട്ട് ചെയ്യുന്ന ടൈമിലാണ് നിരഞ്ജനെ കാണുന്നത്. നിരഞ്ജൻ അവിടെ ചെന്ന് പാട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ വിദ്യാജി എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ചരണത്തിൽ ചേഞ്ച് ചെയ്യണം, ചരണം ചേഞ്ച് ചെയ്യണം, പാട്ടിൻ്റെ റെക്കോർഡിങ് നടക്കുകയാണ്.
അപ്പോൾ ചരണത്തിൽ ചെറിയൊരു കടിയുണ്ട്, അപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഓഫീസിലാണ്. അപ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് ചാടി പുറത്തിറങ്ങി ചായ മേടിച്ച് നിന്നിട്ട് ഞാൻ ആലോചിക്കുകയാണ് വിതിൻ ഹാഫ് അവർ അത് വേണം. അങ്ങനെ ഞാൻ ഒരു 3-4 ഓപ്ഷൻസ് എടുത്ത് വിദ്യാജിയുടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, അപ്പോൾ പുള്ളിയായിട്ട കമ്മ്യൂണിക്കേഷൻ, പിന്നെ വിദ്യാജി റെക്കോർഡിങ്ങിലാണ്, അത് അയച്ചു കൊടുത്തു. അതെന്ന് പറഞ്ഞ് ഇത് പോരാ, ഇനി മുകളിൽ വേണം. അങ്ങനെ എഴുതി കൊടുത്ത അതാണ് എൻ്റെ ചരണം ലാസ്റ്റ്. അപ്പോൾ ഈവൻ ആ പാട്ടിൻ്റെ റെക്കോർഡിംഗ് ടൈം വരെ ഞാൻ ടെൻഷനിലായിരുന്നു. അതിൽ ഈവൻ വിദ്യാജിയാണ് എന്ത് ചെയ്യും എന്ത് പറയും എന്ന്. കാരണം ആക്ടർ ലിറിക്സ് അല്ലെങ്കിൽ എടുക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അത് എടുപ്പിക്കണം, നമ്മുടെ ആവശ്യമാണ്. അതല്ലെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്ത് എഴുതാൻ റഫീഖ് കണ്ട് പലരും ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ ആവശ്യമായിരുന്നു. അത് ആ ചലഞ്ച് എടുത്തതിന്റെ ഗുണം ആ പാട്ടിൽ തീർച്ചയായിട്ടും നമ്മൾ കാണുകയും ചെയ്തു. ഇതല്ലാതെ അത് ആ ഒരു സോങ് മാത്രമല്ലല്ലോ, പിന്നെ ഒരു സോങ്ങും കൂടി ഇല്ലേ? ഉണ്ട്, ഒരു പാട്ട് ജോപ്പനില് അല്ലേ? അത് ഈ ക്യാരക്ടറിനെ വളരെ എളുപ്പത്തിൽ റിവീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്. അങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഷാദിന്റെ അടുത്ത് മുൻപ് ഞങ്ങൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പറയും, കഥ പറയുമ്പോൾ ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയും, 9ാം ക്ലാസ്സിൽ തോറ്റിരിക്കുന്ന ഒരാൾ, 9ാം ക്ലാസ്സിൽ ഇയാൾ തോറ്റിരിക്കുമ്പോൾ 8ൽ നിന്ന് ജയിച്ചു വന്ന കുറേ കുട്ടികളാണ് ഈ ക്ലാസ്സിൽ. അപ്പോൾ ഇത് ആക്ച്വലി അവർ പ്ലാൻ ചെയ്തിരുന്നൊരു വിഷ്വലാണ്, അത് സിനിമയിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ 9ൽ ജയിച്ചിരിക്കുമ്പോൾ തോറ്റിരിക്കുമ്പോൾ 8ൽ നിന്ന് ജയിച്ചു വരുന്ന കുറേ കുട്ടികൾ, അങ്ങനെയാണ് ആ മൂത്ത ഒരാളും. ഇയാള് 2-3 കൊല്ലമായിട്ട് തോറ്റിരിക്കുന്ന ഒരാളാണ് ഈ ജോപ്പൻ. അപ്പോൾ പുറകിൽ നിന്ന് 8ാം ക്ലാസ് ജയിച്ചു വന്ന കുറച്ച് ജോപ്പന്റെ തരികടകളോട് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ, അവർ തമ്മിൽ കമ്പനി ആവുന്നതാണ് ഈ ജോപ്പനും കൂട്ടുകാരും തമ്മിലുള്ള ബന്ധമുണ്ടാവുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ജോപ്പൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നിരുന്ന അത്. അങ്ങനെയാണ് ആ പാട്ട് 9ലാകെ 50-9 മാർക്ക് കിട്ടി, 9 മാർക്കിന് 50-50 വീക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പാട്ടാണത്. അപ്പോൾ അതിപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത് ജോപ്പനും കൂട്ടുകാരും മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അവർ കൂടി പാടുന്നതായിട്ടാണ് അതിലുള്ളത്. ഫുൾ സോങ് ഇല്ലേ അത്? ആ സോങ് ആക്ച്വലി ഫുൾ സോങ് ഉണ്ട്, പക്ഷെ ആ മൂവിക്ക് സിനിമയ്ക്ക് 4 മതി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അത് 4ൽ നിർത്തിയതാണ്. പക്ഷേ അതൊരു കണ്ടിന്യൂഷനും കൂടി ഉണ്ടായിരുന്നു, പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 4 വരി കൂടി ഉണ്ടായിരുന്നു അതിൽ. അതെന്താണ് 4 വരി? ഞങ്ങളോട് പറയണ്ടോ, പാടിത്തരുണ്ടോ, എന്താ ചെയ്യണേ? ആ 4 വരി പാടാ, കുഴപ്പമില്ല. അവസാനത്തിലേക്ക് വെക്കാം അല്ലേ നമുക്ക്? അത് അവസാനത്തിലേക്ക് മറക്കരുതേ. ഇല്ല. ഓക്കെ. അപ്പോൾ ഈ ജോപ്പൻ എഴുതി എല്ലാം നല്ല ഇതായിട്ട് വന്നു, കൊടുത്തു, എടുത്തു പാട്ട്. അത് കഴിഞ്ഞ് അത് സ്ക്രീനിൽ നമ്മൾ കാണുന്ന ഒരു ഇല്ലേ, നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ആദ്യം കേട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ വിത്ത് സോങ് കാണുന്നു, കേൾക്കുന്നു. അപ്പോൾ എന്ത് തോന്നി? ഒരു ഉത്തരവാദിത്തം കൂടിയെന്ന് തോന്നിയോ? തീർച്ചയായിട്ടും. ഇതിൽ പാട്ട് വന്നപ്പോൾ, പാട്ട് റെക്കോർഡ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ ടെൻഷൻ ഇത് മമ്മൂക്ക കേൾക്കും, മമ്മൂക്ക കേട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെടുകയില്ലെന്നൊരു ടെൻഷൻ എനിക്കുണ്ട്. 2 പാട്ടുമുണ്ട്. തോപ്പിൽ ജോപ്പൻ എന്ന് കാവ്യനായകൻ എന്ന് പറയുന്ന പാട്ടുണ്ട്, ഒപ്പം 9ലാകെ എന്ന് പറയുന്ന പാട്ടുണ്ട്. ഇതിലെല്ലാം ഓരോന്നോരോന്നായിട്ട് വരുന്നത്. ഓരോ പാട്ട് വരുമ്പോഴും എനിക്ക് ടെൻഷനുണ്ട്. ജോണി ചേട്ടൻ ലിറിക്സ് ഒക്കെ റിവ്യൂ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ജോണി ചേട്ടനോട് റെഫർ ചെയ്യാത്ത അനുപല്ലവി ചരണം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം പുള്ളി റിവ്യൂ ചെയ്തിട്ടാണ് വിടുക. ഒരുപാട് കമൻസും പറയും, നമുക്ക് ഒരുപാട് സജഷൻസ് ഒക്കെ പറഞ്ഞു തരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കേൾക്കും, ബാക്കിയുള്ളവർ കേൾക്കും, ആക്ടേഴ്സ് കേൾക്കും, പ്രൊഡ്യൂസർ കേൾക്കും, ഇവരൊക്കെ എങ്ങനെ എടുക്കും എന്നുള്ളൊരു ടെൻഷനുണ്ട്. അത് പിന്നീട് നിഷാദിനെ വിളിച്ചിട്ട് അപ്ഡേറ്റ് തരുകയും ചെയ്യും, ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യും. നമുക്ക് ആ പാട്ട് ഭയങ്കര ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് നിഷാദ് പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞത് കാവ്യനായകൻ എന്ന ടൈറ്റിൽ സോങ്ങിനെ കുറിച്ചിട്ടാണ്. ഞാൻ എന്നിട്ട് വൈകുന്നേരം ഇവിടെ ഹോട്ടലിൽ ജോണി ചേട്ടനൊക്കെ താമസിക്കുന്നിടത്തേക്ക് വൈകുന്നേരം ചെല്ലുമ്പോൾ ജോണി ചേട്ടൻ പറഞ്ഞു, മോനെ നീ കലക്കി, ഇവിടുന്ന് എൻ്റെ എല്ലാ പടത്തിലും നീ ഉണ്ടാവും, കൂടെ എൻ്റെ കൂടെ നീ ഉണ്ടാവും എന്ന് പറഞ്ഞു സന്തോഷത്തോട് കൂടിയിട്ട്. അങ്ങനെ ബാക്കി എല്ലാവരും അസിസ്റ്റൻസ് ഒക്കെ ആണെങ്കിലും മാത്യു ഒക്കെ എല്ലാവരും എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നീട് സിനിമ കാണുന്ന ദിവസം, സിനിമ റിലീസാവുന്ന ദിവസം ഞാനും നിഷാദും ഇവിടെയാണ്. ഞാൻ രാവിലെ ജോണി ചേട്ടനെ വിളിച്ചു. ജോണി ചേട്ടന് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. പുള്ളി ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് കിട്ടാതെ പുള്ളി ട്രിവാൻഡ്രത്ത് കാണാം എന്ന് തീരുമാനിച്ചു. ഞാനും നിഷാദും വേറെ കുറച്ച് പേരും കൂടിയിട്ട് ഇവിടെയുണ്ട്, എറണാകുളത്ത് പത്മയിൽ കാണുകയാണ്. കണക്കത് കാണുമ്പോൾ എനിക്കറിയില്ല ഞാൻ അതിന് മുമ്പ് മൂവി കണ്ടിട്ടില്ല, പാട്ട് കണ്ടു. എഡിറ്റിങ്ങിൻ്റെ ടൈമിൽ പലപ്പോഴും സ്റ്റുഡിയോയിലൊക്കെ വെച്ചിട്ട് പലപ്പോഴും കണ്ടായിരുന്നു. പക്ഷേ ഇത് സ്ക്രീനിൽ വരുമ്പോൾ തുടക്കം ടൈറ്റിൽ സോങ് ആണല്ലോ, അപ്പോൾ ആദ്യം തന്നെ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ആദ്യം വന്നില്ല. ടൈറ്റിൽ അല്ല, അത് ടൈറ്റിലിങ് കുറച്ച് ഡിലേഡ് ആയിട്ടാണ് ടൈറ്റിലിങ് ഉള്ളത്. പക്ഷെ അത് വന്നു കഴിഞ്ഞപ്പോൾ
എൻ്റെ അടുത്തിരുന്നത് നിഷാദാണ്. തൊട്ടിപ്പുറത്ത് ഞങ്ങളുടെ കോളേജ് ഫ്രണ്ട്സ് മഹാരാജസിലൊക്കെ പഠിച്ചിരുന്ന അമലും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ തോണ്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിഷാദ് പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ പാട്ട് കഴിഞ്ഞപ്പോൾ സാധാരണ കളിയാക്കണ കവിത ചൊല്ലുമ്പോൾ ചൊല്ലി കഴിയുമ്പോൾ നിനക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ അവിടെ വെച്ചിട്ട് തന്നെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഇവരെയൊക്കെ കേൾപ്പിച്ചിട്ടുള്ളത്. കാര്യം കയ്യിൽ അതിന് മുൻപേ പാട്ടുണ്ടായിരുന്നെങ്കിലും ആരെയും നമ്മൾ കേൾപ്പിച്ചിട്ടില്ല. അത് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അവർ അപ്പം തന്നെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ കളിയാക്കുന്ന കൂട്ടുകാരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴുള്ള സന്തോഷം നിഷാദും പറഞ്ഞു ഇത് ഹിറ്റാണ് എന്ന് പറയുകയും ചെയ്തായിരുന്നു. അതാണ് കാവ്യനായകൻ്റെത്. പിന്നീട് ഉണ്ടായിരുന്നത് 9 എന്നുള്ള പാട്ട് എങ്ങനെ വരുന്നുള്ളത് അത് ഞാൻ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആളുകൾ അതെങ്ങനെ എടുക്കും എന്നത്. കാവ്യനായകൻ അത് സ്ക്രീനിൽ കാണുമ്പോൾ ആളുകൾ ആവേശത്തിലാണ്. 9 എന്നുള്ള പാട്ട് അതിൻ്റെ വിഷ്വലും ഇതെല്ലാം കൂടി വരുമ്പോൾ ആളുകൾ എങ്ങനെ എടുക്കും എന്നുള്ളൊരു ടെൻഷനാണ്. 4 വരിയാണുള്ളത് താനും. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ടിം ടിറ്റി ടിം എന്ന് പറഞ്ഞ ഫസ്റ്റ് ബീറ്റ് കേൾക്കുമ്പോൾ എൻ്റെ ബീറ്റ് കൂടി. അങ്ങനെ 9 എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ആളുകൾ ഇളകുകയാണ് അവിടെ. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ അത് രണ്ടും വളരെ വലിയ സന്തോഷമാണ്. സ്ക്രീനിൽ കാണുക എന്നുള്ളതും ഒക്കെ സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു. ജോപ്പനാണോ ഫസ്റ്റ് അറ്റംപ്റ്റ് ലിറിക് റൈറ്റിംഗിൽ? അല്ല, പോളിടെക്നിക്കിൽ നിഷാദ് തന്നെയാണ് അതിൻ്റെ റൈറ്റർ. പോളിടെക്നിക്കിൽ ഞാൻ ഗൾഫിലാണ് ആ സമയത്ത്. പോളിടെക്നിക്ക് ഇവിടെ നടക്കുമ്പോൾ അപ്പോൾ ഇവിടെ മ്യൂസിക് ഗോപി സുന്ദറായിരുന്നു. മ്യൂസിക് വന്നപ്പോൾ നിഷാദ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു. എന്നിട്ട് നീ അവിടെ നിന്ന് എഴുത്, അത് നിൻ്റെ ചില സാധനങ്ങളുണ്ടല്ലോ അതിട് അതിൽ, എന്നിട്ടിട്ടാ ഞാൻ ഇവിടെ കൊടുക്കാം. അങ്ങനെ ആദ്യം അപ്പോൾ ഞാൻ അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അതിനിടയിൽ ഇരുന്നിട്ട് അത് എഴുതി അയച്ചു കൊടുത്തു. നിഷാദ് പറഞ്ഞ് പോരാ, സിനിമയ്ക്ക് വേറൊരു സാധനമാണ് വേണ്ടത്, ഒരുപാട് കവിതയൊന്നും വേണ്ട, സിനിമയ്ക്ക് വേറൊരു സാധനമാണ് വേണ്ടത്, കുറച്ചുകൂടെ ലൈറ്ററായിട്ട് പിടിച്ച് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഗോപി സുന്ദറിനെ വിളിക്കേണ്ട ഇടയ്ക്ക് പുള്ളി എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ആദ്യം അത് ഈ മ്യൂസിക് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ പുള്ളിയുടെ മ്യൂസിക്കാണല്ലോ, വിളിച്ചിട്ടാണ് സംസാരിച്ച് തുടങ്ങിയത്. പിന്നെ നല്ല ഒരുപാട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വീണ്ടും അസല് മുന്തിരിയെ ഗസല് സുന്ദരിയെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണല്ലോ അതിൽ. ആ പാട്ട് അങ്ങനെ വന്നത് മൂവിയിലുള്ള പാട്ടാണ്. അതിൽ തന്നെ ആ ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ളൊരു പാട്ടും ഇതുപോലെ ടൈറ്റിൽ സോങ്ങും എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ പഴയ ദാക്ഷായണി ബിസ്ക്കറ്റിൻ്റെ കഥയാണത്. പഴയ ദാക്ഷായണി ബിസ്ക്കറ്റ് മോഹൻലാൽ തകർന്നു പോകുന്നതാണ്. അത് റീഓപ്പൺ ചെയ്യാൻ വരുന്ന ക്യാരക്ടറാണ് പോളി. അപ്പോൾ അതിൽ പണ്ടത്തെ കഥയിലെ നായകൻ ഒരു നാൾ മുത്തിനു കടലിൽ മുങ്ങി തപ്പിയ നേരം ചെപ്പിലൊളിച്ചൊരു പരലിൻ കണ്ണു കിടന്നു തിളങ്ങി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഗോപി സുന്ദർ റെക്കോർഡ് ചെയ്തു. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. അങ്ങനെ തന്നെ അപ്രീഷിയേറ്റ് നമുക്കിത് കയറ്റാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എഡിറ്റിങ്ങിൻ്റെ ടൈമിൽ തന്നെ 2:36 സംതിങ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ പാട്ട് മാറിപ്പോണ്ടി വന്നു. അങ്ങനെയാണ് ആ പാട്ടും അല്ലെങ്കിൽ അതിലുണ്ടാവേണ്ട പാട്ടാണ്. അപ്പോൾ അത് തൽക്കാലം മറ്റൊരു മൂവിക്ക് വേണ്ടിയിട്ട് തൽക്കാലം മാറ്റി വെച്ചതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് വേറൊരു സ്പേസ് വരാൻ ഉണ്ടാകാം, തീർച്ചയായിട്ടും ഉണ്ടാകും. എങ്ങനെയാണ് ഈ ഒരു കവിതകൾ എഴുതുമെന്ന് പറഞ്ഞു, അപ്പോഴാണെങ്കിൽ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇങ്ങനെ സിനിമയുടെ ഭാഗമായിട്ടൊക്കെ എൻ്റെ പേര് തെളിഞ്ഞു വരും, ഞാനിങ്ങനെ സിനിമയ്ക്ക് എഴുതും എന്നൊക്കെ എപ്പോഴെങ്കിലും അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കോളേജിൽ പഠിക്കുന്ന ടൈമിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കവിതകൾ എഴുതുന്നത്. ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ. അതൊക്കെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടല്ലോ? അതൊക്കെ അറിയാം. പോട്ടെ, സമാധാനമുണ്ട്. അപ്പോൾ നിഷാദും കവിതകൾ കൊണ്ടുപോകും, എഴുതും. ഞാൻ മഹാരാജസിലല്ല ഞാൻ പഠിച്ചത്, ഞാൻ മാറമ്പള്ളി MES കോളേജിലാണ് പഠിച്ചത്. നിഷാദ് ഇവിടെയാണ്, പക്ഷെ എൻ്റെ സഞ്ചാരം മുഴുവൻ ഇങ്ങോട്ടായിരുന്നു. ഫ്രണ്ട്സ് കംപ്ലീറ്റ് ഇവിടെയാണ്. അങ്ങനെ നിഷാദിന് അന്ന് മുതൽ സ്വപ്നമുണ്ട് സിനിമയിൽ റൈറ്റർ എന്ന് തന്നെയാണ് പുള്ളി. നന്നായിട്ട് കഥ പറയും നിഷാദ്. അത് നമ്മുടെ അടുത്ത് ഒരു സംഭവം പറയുകയാണെങ്കിൽ നിഷാദ് ഭയങ്കര ഗംഭീരമായിട്ട് അതൊക്കെ അവതരിപ്പിക്കുക. അപ്പോൾ അന്ന് വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഷബീർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുള്ള നിഷാദിൻ്റെയും എൻ്റെയൊക്കെ. ഇവർ രണ്ടുപേരും കൂടി സിബി മലയിലിനെ കാണാൻ വേണ്ടിയിട്ട് പോയൊരു കഥയുണ്ട്. രണ്ടുപേരും കൂടി സിബി മലയിലിനെ കാണാൻ പോയി. അവിടെ നിന്ന് പുള്ളി 2 പേരിൽ ഒരാളെ ചൂസ് ചെയ്ത് ഓക്കെ ഇത് ഡെവലപ്പ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അതിപ്പോൾ ഫ്രണ്ട്സിനിടയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കഥയാണ്. അപ്പം അന്ന് മുതൽ സിനിമ എൻ്റെയും ഒരു സ്വപ്നമാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും. പക്ഷെ എൻ്റെ ഇഷ്ടം കഥയേക്കാൾ കൂടുതൽ പാട്ടിനോടാണ്.
പക്ഷെ അന്ന് വരാൻ പറ്റുമെന്നൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല സിനിമയിൽ. കാരണം അത് ഒരുപാട് ദൂരെയുള്ളൊരു ലോകമായിട്ടാണ് എനിക്കൊക്കെ അന്ന് ഫീൽ ചെയ്തത്. നമ്മൾ എറണാകുളത്താണെങ്കിലും ഒരുപാട് ദൂരെയുള്ളൊരു ലോകമായിട്ടാണ്. നിഷാദ് ഓർഡിനറിയിൽ വന്നപ്പോൾ നിഷാദ്, ഞാൻ ഗൾഫിൽ പോയി, നിഷാദ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ അങ്ങ് നിന്നു. നിഷാദിന് വേണമെങ്കിൽ പോയിരുന്നു, നിഷാദ് പോയില്ല. വീട്ടിൽ നിന്നൊക്കെ കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായെങ്കിൽ നിഷാദ് അവിടെ കടിച്ച് നിന്നു. നിഷാദ് ഓർഡിനറിയിൽ ക്ലിക്കായി, ഓർഡിനറിയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സിനിമ കുറച്ചുകൂടി അടുത്താണല്ലോ. ശരിക്കും നിഷാദ് സിനിമയിൽ വന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടില്ലായിരുന്നു. അപ്പോൾ അതാണ്, നിഷാദിനെ എന്നെ കൊണ്ട് വേണം എന്ന് നിർബന്ധം ആഗ്രഹവുമുണ്ട്. നിഷാദിന്റെ കൂടെ അവന് സിനിമയുടെ പേരിൽ എവിടെയെങ്കിലും പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാനെങ്കിലും ഒരാൾ വേണമല്ലോ. അങ്ങനെ നിഷാദിന്റെ സപ്പോർട്ടിലാണ് ഇപ്പോൾ വന്നത്. ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ കഴിയുമെന്ന് തോന്നിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ കഴിയുമായിരിക്കും. കാരണം കുറച്ചുകൂടെ അടുത്ത് വന്നു, ഒരു സിനിമയിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. എവിടെയെങ്കിലൊക്കെ വട്ടം കൂടി ഇരിക്കുമ്പോൾ പാട്ട് പാടാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ എഴുതിയ പാട്ടുകളുടെ എണ്ണം ഇത്രയേ ഉള്ളൂ, എന്നാലും ഇത് തന്നെ മതി. കവിത എഴുതുന്നതും പാട്ട് എഴുതുന്നതുമായിട്ടുള്ള ഒരു വ്യത്യാസം അത് മനസ്സിലായിട്ടുണ്ടാവില്ലേ? എന്ത് രീതിയിലാണത്? അത് കവിത എന്നപ്പോൾ ഈ സെയിം ചോദ്യം ഞാൻ റഫീഖയോട് ചോദിച്ചു. കവിത എഴുതുന്നതും പാട്ട് എഴുതുന്നതാണോ എളുപ്പം എന്നാണ് ഞാൻ ചോദിച്ചത്. പുള്ളി തീർച്ചയായിട്ടും നിനക്കറിയാൻ പാടില്ലേ, കവിത എഴുതുന്നത്, കവിത നമുക്ക് തോന്നിയ പോലെ അവിടെ നമ്മൾ തന്നെ രാജാ, നമ്മളാണ് എല്ലാം, നമ്മളാണ് ഡയറക്ടർ, നമ്മളാണ് മ്യൂസിക് ഡയറക്ടർ എല്ലാം. പക്ഷെ അങ്ങനെയല്ല, കവിത തുടങ്ങി വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മ എന്ന് പറയുമ്പോൾ അമ്മയെക്കുറിച്ചൊരു കവിത എഴുതണമെങ്കിൽ അമ്മയുടെ ഏത് എലമെൻ്റാണ് നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ഹൃദയത്തിനോട്. അമ്മയുടെ ഏത് എലമെൻ്റാണ് കൊണ്ടാണ് നമ്മൾ പാട്ട് തുടങ്ങേണ്ടത്, കവിത തുടങ്ങേണ്ടത് എന്നതായിരിക്കും കൺഫ്യൂഷൻ. തുടങ്ങി കിട്ടാനാണ് പാട്ട്. ഫസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. പാട്ട് അങ്ങനെയല്ല. പാട്ട് നമുക്കൊരു മ്യൂസിക് വന്നാൽ തുടങ്ങാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. മ്യൂസിക് ഉണ്ട് നമ്മുടെ മുമ്പിൽ, താളമുണ്ട്, താളത്തിനനുസരിച്ച് ഒരുപാട് വാക്കുകളുണ്ട്. തുടങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് പിന്നീട് അവരുദ്ദേശിക്കുന്ന ആശയങ്ങൾ എല്ലാം ഈ ഒരു 12 വരികളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ബുദ്ധിമുട്ടാണ്. മറ്റേത് നമുക്ക് കവിതയാവുമ്പോൾ നമുക്ക് എത്ര ലൈൻസ് വേണമെങ്കിലും പോവാം. ഇത് 12 ലൈൻസിൽ നമ്മൾ ഈ പറയുന്ന ആശയങ്ങൾ വേണം. ആശയങ്ങൾ ഇപ്പോൾ ഒരു ക്യാരക്ടറിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അയാളുടെ കളർ പോലും മാറിപ്പോകരുത് പാട്ടിൽ. അപ്പോൾ പാട്ടെഴുത്താണ് ആക്ച്വലി ബുദ്ധിമുട്ട്. പാട്ടെഴുത്താണ് തുടങ്ങി വയ്ക്കാൻ എളുപ്പം പാട്ടാണെങ്കിലും അത് തീർക്കാനും കംപ്ലീറ്റ് ചെയ്യാനും ബുദ്ധിമുട്ട് പാട്ടാണ്. തന്നെയുമല്ല അത് ക്യാരക്ടറിനെ തൃപ്തിപ്പെടുത്തണം. ഏറ്റവും കൂടുതൽ ഡയറക്ടറെയോ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറെയോ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ ആ ക്യാരക്ടറിനെയും ആ പ്ലോട്ടിനെയും തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് പാട്ടിൻ്റെ ഏറ്റവും പ്രധാനം. പാട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടർക്ക് ഇഷ്ടപ്പെടണം. അതിനെ പറ്റിയ ഡയറക്ടർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഈ ക്യാരക്ടറിനെ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് മധുരമുള്ള ഒരു ക്യാരക്ടറായിട്ടാണ്. പക്ഷെ നമ്മൾ ഒരുപക്ഷെ തോപ്പിൽ ജോപ്പൻ പോലുള്ള ഒരു ക്യാരക്ടറിനെ കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഒരു മാസ് ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യാം. ജോൺ ചേട്ടൻ എപ്പോഴും പറയുകയും ചെയ്തിരുന്നു, നമ്മുടെ ക്യാരക്ടർ സ്വീറ്റാണ്, സുന്ദരമാണ്, ലളിതമാണ് എന്ന് പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കുറച്ച് പദങ്ങളിലേക്ക് കാവ്യനായകൻ എന്ന പദം തന്നെ വരാൻ കാരണം ജോണി ചേട്ടൻ്റെ ആ ഒരു അഡ്വൈസാണ് അല്ലേ. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും എനിക്ക് കൂടുതൽ കംഫർട്ട് കവിത എഴുതാനാണ്. പക്ഷെ പാട്ടെഴുത്ത് എന്ന് പറയുന്നത് കുറച്ചൊരു സ്ട്രഗിൾ ചെയ്ത് തീർക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടും വലുതാണ്, പാട്ടിൻ്റെ റിസൾട്ടും വലുതാണ്, റീച്ചും വലുതാണ്. ഈ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ പദസമ്പത്തിൻ്റെ കാര്യം നോക്കിയാൽ ഇപ്പോൾ നമ്മൾ നല്ല വായനക്കാരാണെങ്കിൽ എഴുത്ത് കൂടുതൽ മൂർച്ച വെച്ചുകൊണ്ടിരിക്കും അല്ലെ, നമ്മൾ കുറച്ചുകൂടി ഷാർപ്പാവും റൈറ്റിങ്ങിൽ. പക്ഷേ ഈ പാട്ടിൻ്റെ കാര്യം വരുമ്പോൾ അതെങ്ങനെയാണ്? കൂടുതൽ പാട്ടുകൾ കേട്ടിട്ടാണോ? ഇപ്പം അതൊക്കെ ആലോചിക്കാമല്ലോ, കാരണം ഇനി മുന്നോട്ടും അത് എഴുതണം എന്ന് ആഗ്രഹിക്കുന്നു. അതെങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് നിഷാദിന്? വായിക്കാറുണ്ട് അത്യാവശ്യം. പക്ഷേ വായിച്ച് നമുക്ക് കിട്ടുന്ന ഒരു പദസമ്പത്തുണ്ടല്ലോ, കവിത എഴുതാൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. കവിതകളിൽ ആ വാക്കുകൾ നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പാട്ടിൻ്റെത് മാറ്ററും വേണം, മീറ്ററും വേണം. അതെ, വേണം. പിന്നെ റീച്ച് ചെയ്യും വേണം. ഈ കേൾക്കുന്ന ഒരാൾക്കും അത് കൺവേ ആവുകയും വേണം. യെസ്. അപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടണം, മാറ്റർ വേണം, നമ്മൾ മീറ്ററിൽ നിൽക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാകുമ്പോൾ പദങ്ങളുടെ ബഹളം നമ്മുടെ തലയിൽ വേണം. അതിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം പാട്ടുകൾ ഒരുപാട് കേൾക്കുക, കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതാണ്. ഒരു പാട്ടിനെ റെഫർ ചെയ്തുകൊണ്ടായിരിക്കും മറ്റൊരു പാട്ടുണ്ടാവുക. അങ്ങനെയാണ് ഞാനിപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരുപാട് പാട്ടുകൾ അടുത്ത് ഇഴകേറി പരിശോധിക്കുമ്പോൾ മറ്റൊരു പാട്ടിൽ നിന്നാണ് അധികം പാട്ടുകൾ വന്നിട്ടുള്ളത്. പാട്ടുകൾ പാടുകയും പാട്ടുകൾ കേൾക്കുകയും അതിൻ്റെ വരികൾ നമ്മളുടെ മെമ്മറിയിൽ ഓട്ടോമാറ്റിക്കലി
ഒരു ലോകം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ പാട്ട് എഴുതാൻ വേണ്ടി നമുക്ക് കിട്ടുമ്പോൾ മ്യൂസിക്കിൻ്റെ കൂടെ ആ ലോകത്തേക്ക് ചെന്നാൽ അവിടെ നിന്ന് പെറുക്കിയെടുക്കുക, നല്ല നല്ല വാക്കുകൾ പെറുക്കിയെടുക്കുക, ഭംഗിയുള്ള വാക്കുകളായിരിക്കണം, സിമ്പിളായിരിക്കണം, എന്നാൽ അത് കൺവേ ചെയ്യാൻ വേണം. അപ്പോൾ പദസമ്പത്ത് പാട്ടെഴുത്തിന് മറ്റൊരു എഫേർട്ട് തന്നെ വേണം. പാട്ടുകൾ കേട്ടും പാട്ടിന് ഉപയോഗിക്കാവുന്ന പദങ്ങളും എല്ലാം വേണ്ടിയിട്ടുള്ള വായനയേക്കാൾ അപ്പുറത്തുള്ള ഒരു എഫേർട്ട് വേണം പാട്ടെഴുത്തുകാരന് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ആ പാട്ട്, ഞാൻ അവിടെ തന്നെ നിൽക്കുക, നിഷാദിനെ കൊണ്ട് പാട്ട് പാടിക്കണമല്ലോ, പാടിയാലോ? ഓക്കെ, ആദ്യം മുതൽ നമുക്ക് തുടങ്ങിയിട്ട് വേണോ അതോ അവസാനത്തെ സിനിമയിൽ ഇല്ലാത്ത 4 വരി മാത്രം? അങ്ങനെയല്ല, മൊത്തം കുറച്ചേ ഉള്ളൂ, അത് പാടിക്കോളൂ. ഓക്കെ. 9 50 മാർക്ക് കിട്ടി, 9 മാർക്കിന് 50 വീക്ക് കിട്ടി, വീക്ക് കിട്ടിയ മാർക്ക് കിട്ടിയതാർക്ക് കുട്ടി, ഹോയ് വീക്ക് കിട്ടിയ മാർക്ക് കിട്ടിയതാർക്ക് കുട്ടി, തൊപ്പറാങ്കുടി തൊപ്പിലാങ്കുടി ജോപ്പൻകുട്ടി, ഹേ 9 മാർക്ക് കിട്ടി, 10 സാറും 8 ടീച്ചറും കണ്ടുമുട്ടി, കണ്ടതു കണ്ടവൻ 9 മൈക്ക് കെട്ടി, മൈക്ക് കെട്ടിയ കൈക്ക് കിട്ടിയതാർക്ക് കുട്ടി, ഹോയ് മൈക്ക് കെട്ടിയ കൈക്ക് കിട്ടിയതാർക്ക് കുട്ടി, തൊപ്പറാങ്കുടി തൊപ്പിലാങ്കുടി ജോപ്പൻകുട്ടി, ഹേ 9 മാർക്ക് കിട്ടി, 9 മാർക്കിന് 50 വീക്ക് കിട്ടി. അതാണ് ആ പാട്ട്. അങ്ങനെ അതും കൂടെ ഞങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. താങ്ക് യു. നമുക്ക് ടൈം ഏകദേശം കൺക്ലൂഡ് ചെയ്യാനായി തോന്നുന്നു. ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് മറന്നുപോയി, ഒരു ഇന്റർവ്യൂവിന്റെ സ്പേസ് ആണെന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഫാമിലിയെ കുറിച്ചും കൂടെ അങ്ങ് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും. വൈഫ് സൽമ, ഓക്കെ, മൂവാറ്റുപുഴയാണ് അവളുടെ വീട്. എൻ്റെ പാട്ടിൻ്റെ ഏറ്റവും വലിയ വിമർശകയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആസ്വാദകയുമാണ്. പറഞ്ഞാൽ അവളോട് ആ പാട്ടിൻ്റെ വിവരങ്ങളെല്ലാം ആദ്യം അവളോട് പറഞ്ഞില്ലെങ്കിൽ രണ്ടാമത് കേൾക്കാൻ നിൽക്കില്ല, ആദ്യം പറയാം. പിന്നെ അങ്ങനെ തന്നെ വേണം സൽമ, അങ്ങനെ തന്നെ വേണം കേട്ടോ. പിന്നെ മോൻ അമൻ മാമംഗലത്ത് നവജീവനോട് സ്കൂളിൽ പഠിക്കണം, 7 വയസ്സായി. പിന്നെ വീട്ടിൽ ഫാദർ ഉണ്ട്, എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ പുള്ളിയാണ്. ഫാദർ പഴയ അധ്യാപകനും ബിസിനസ്സുകാരനൊക്കെ ആയിരുന്നു. ഉമ്മ എല്ലാം ഇങ്ങനെ കണ്ണ് നിറഞ്ഞിരുന്ന് കേൾക്കണ ഒരാളാണ് ഉമ്മ. അനിയനുണ്ട്, അനിയൻ ഒരു പാരഡിക്കാരനാണ്. പാരഡിക്കാരൻ പ്രശസ്തനല്ല, കൂട്ടുകാരുടെ കൂടെ കൂട്ടുകാരെ കളിയാക്കുക, ഇങ്ങനെയുള്ള ഗംഭീരം പാരഡികൾ എഴുതും. ഈവൻ നിഷാദിനെ കുറിച്ച് വരെ ഉണ്ട് പാരഡി. അങ്ങനെ അനിയന്റെ പേര് ഉവൈസ് അഹമ്മദ് എന്നാണ്. അപ്പോൾ അവനും നല്ലൊരു കവിയാണ്. നാട്ടിൽ തന്നെയുണ്ട്, ബിസിനസ്സാണ്. പക്ഷെ സിനിമയുടെയും പാട്ടിൻ്റെയൊക്കെ ഒരു വലിയ ആരാധകനാണ്. അവന് 2 മക്കളുണ്ട്. അപ്പോൾ ഇതാണ് അവനൊരു വൈഫും ഉണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും അടുത്ത കുടുംബം. പിന്നെ എൻ്റെ ഉമ്മയുടെ വാപ്പായൊക്കെ ആണെങ്കിലും വാപ്പയുടെ വാപ്പായും ഒക്കെ പഴയകാല പാട്ടുകാരും ഒക്കെ ആയിരുന്നു. മപ്പിളപ്പാട്ടിൻ്റെയും ഒക്കെ കൈമുട്ടി പാട്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. പാട്ടിന്റെ ഒരു കാറ്റുണ്ട്, പാട്ടിന്റെ ഒരു കാറ്റ് തീർച്ചയായിട്ടും ഉണ്ട്, അതെല്ലാവരിലും ഉണ്ട്. ഇപ്പം ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉടനെ പറയാവുന്ന വല്ല പ്രോജക്റ്റുകളും ഉണ്ടാവും? ഇപ്പോൾ വരാൻ പോണത് ഉടനെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് സുഗീതിന്റെ പേര് ഞാൻ തൽക്കാലം പറയണില്ല, ഒരു പടമാണ്. അതിന് വേണ്ടിയിട്ട് 4 പാട്ടുകൾ എഴുതി കഴിഞ്ഞു. ഒരു പാട്ടിന്റെ മ്യൂസിക് വരാൻ പോകണം. പിന്നെ പറയാവുന്നത് അതിനടുത്ത് പറയാവുന്നതൊന്നും വന്നിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പം എന്തായാലും പറയാവുന്ന പാട്ടുകളും ഞങ്ങൾക്ക് കേട്ട് ആസ്വദിക്കാവുന്ന പാട്ടുകളും നിഷാദ് അഹമ്മദ് എന്ന ടാഗിൽ ഒരുപാടെണ്ണം ഇനിയും ഉണ്ടാവട്ടെ. ഈ ഒരു സമയം ഇവിടെ ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു തുടക്ക സമയത്ത് ഇങ്ങനെ കൂടെ ഇരിക്കാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 2 വാക്ക് പറയാം, എന്നിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ കേരള വിഷൻ്റെ കൂടെ ഈ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞതിൽ. തോപ്പിൽ ജോപ്പൻ നന്നായിട്ട് പോകുന്ന ഒരു സിനിമയാണ്. ആ സിനിമയുടെ കൂടെ ചെറുതാണെങ്കിലും അതിൻ്റെ കൂടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഇനിയും അതെല്ലാവരും മാക്സിമം കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഏതായാലും ഈ പറഞ്ഞ പോലെ മഹാരഥന്മാരുടെ കൂടെ ഒരു പേര് വരാൻ കഴിഞ്ഞതൊരു ഭാഗ്യമാണ്.
ഇനിയും അങ്ങനെ ഉണ്ടാകാൻ എല്ലാവരുടെ പ്രാർത്ഥനകളും എനിക്ക് വേണം. നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച് നിഷാദ്. താങ്ക് യു. വെള്ളി നക്ഷത്രങ്ങൾ ഇനി വീണ്ടും അടുത്തയാഴ്ച.